ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ 22nd ഡിസ്ട്രിക്റ്റിൽ വീനയിൽ 22ാമത്തെ ഡിസ്ട്രിക്റ്റിൽ ഒരു ഗാറ്റ്നറൈഡ്, അതായത് നഴ്സറിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഗ്യാങ്കർ ഗാറ്റ്നറൈ എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ നമ്മുടെ നാട്ടിലെ തൈകൾ, നാട്ടിലെ പച്ചക്കറികളുടെ തൈകൾ കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് വന്നതാണ്. എന്തൊക്കെയുള്ളതെന്ന് പോയി നോക്കാം അല്ലേ. ഇവിടെയുള്ളവർക്ക് പ്രത്യേകിച്ച് അത് ഒത്തിരി ഉപയോഗപ്പെടുമല്ലോ. പിന്നെ നാട്ടിലുള്ളവർക്ക് അറിയാമല്ലോ, ഇവിടെയും തൈകളൊക്കെ അയക്കാൻ പറ്റും. ഇവിടെയും വരുന്നുണ്ട് നാട്ടിലെ തൈകൾ എന്നൊക്കെ പറഞ്ഞ് നാട്ടിലുള്ളവർക്കും അറിഞ്ഞ് നാട്ടിലുള്ളവർക്കും ഇതൊരു ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്ന് കേട്ടോ. ഇതാണ് കേട്ടോ ഗാറ്റ്നറൈയുടെ നഴ്സറിയുടെ പേര്. ഇതാണ് ഗ്യാങ്കർ എന്നാണ്. 22nd ഡിസ്ട്രിക്റ്റിൽ വീനയിൽ, ഓസ്ട്രിയയിൽ. ഉള്ളിൽ പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്നല്ലേ. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്താ, സ്ട്രോബെറീസ് വെച്ചിട്ടുണ്ട് ഇവിടെ. വന്നത് വെറുതെ ഇല്ല കേട്ടോ. ഇത് കണ്ടോ, ബിറ്റ് മെലോണ്, അതായത് നമ്മുടെ പാവയ്ക്ക, കൈപ്പയ്ക്കയുടെ തൈയുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് മേടിച്ചോളുക. ഇത് സ്പോഞ്ച് കുക്കുംബർ, അതായത് നമ്മുടെ പീച്ചിങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ. ഉണ്ടോ, ഇത് ഒരെണ്ണം ഞാൻ എടുക്കുകയാണ്. പടവലങ്ങയുടെ തൈ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് പടവലങ്ങയാണ്. ഷ്ലാങ് എന്ന് പറഞ്ഞാൽ പാമ്പിനെ പോലെയാണല്ലോ ഇത് പടവലം. അപ്പോൾ ഷ്ലാങ്ങൻ ഹാർട്ട് കൂർക്കൻ, ഇത് ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി പറയുകയാണ്, പെട്ടെന്ന് വന്ന് മേടിച്ചോളുക. ഇത് പെട്ടെന്ന് ഇവിടെ വരുന്നതും സെയിൽസ് ആയി പോണതും അറിയില്ല. ഇത്ര സ്പീഡിലാണ് വരുന്ന കാര്യങ്ങൾ, തൈകൾ വിറ്റ് പോണത് കേട്ടോ. സോ ഇത് പടവലം ഞാനും കൂടെ ഒന്ന് എടുക്കുകയാണ്. അടിപൊളിയല്ലേ ഇങ്ങനെയൊക്കെ നാട്ടിലെ തൈകളൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ടൊമാറ്റോസ് ഉണ്ട്. ടൊമാറ്റോസൊക്കെ ഇവിടെ കിട്ടും. എന്നാലും ഇതാടോ പെപ്പീനോ, ഇത് ഡോഷ്ലാൻഡിൽ നിന്ന് ഞാൻ കണ്ട ഒരു വെറൈറ്റിയാണ്. ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ. നാട്ടിലെ മാത്രമല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഇവർ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. സ്പാനിഷ് വെള്ളരിയാണത്, കുഞ്ഞു വെള്ളരി കണ്ടോ. സുക്കീനി, ഡിഫറെൻറ്റ് ടൈപ്സ് സുക്കീനി ഉണ്ട്. വർത്താണ് കേട്ടോ ഈ കടയ്ക്ക് വന്നു കഴിഞ്ഞാൽ. നല്ല ഭംഗിയുള്ള തക്കാളിയില്ലേ, തക്കാളിയാണ്, പാരഡൈസർ തക്കാളി. കുഞ്ഞു തക്കാളിയാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ. വെള്ളരിയിൽ തന്നെ എത്ര വെറൈറ്റി ഉണ്ടെന്ന് നോക്കൂ. ഇതുപോലെ ഒരു വെള്ളരി ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇതിൻ്റെ പേര് ടാഫൽ ഗൂർക്ക എന്നാണ്, അതായത് മുള്ളുള്ള അത് എവിടെ എഴുതിയിരിക്കണേ, കാണിച്ചു തരാം. വേണ്ട, ടാഫൽ എന്ന് പറഞ്ഞാൽ മുള്ളുള്ള വെള്ളരി എന്നാണ്. ഇത്രയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. പംകിൻസ് അതേപോലെ ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഈ കടയിൽ. യെല്ലോ കളർ, ഗ്രീൻ കളർ, അങ്ങനെ സ്വീറ്റ് ഡംപ്ലിങ്, അത് പിന്നെ മന്ദറിൻ, അതായത് ഓറഞ്ച് കളറിലുള്ള മത്തങ്ങ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഈ കട സൂപ്പർ കേട്ടോ. ഇതാണ് ആ മുള്ള് വെച്ചിട്ടുള്ള വെള്ളരി എന്ന് പറഞ്ഞത്. പക്ഷെ അത് വെള്ളരി അല്ല, ഇത് കിവിയുടെയും വെള്ളരിയുടെയും ടേസ്റ്റ് കൂടെ ചേർന്നിട്ടുള്ളതാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ജർമ്മനിൽ.
ഇതൊരു ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ഇത് അപ്പോൾ കണ്ടല്ലോ, ഇതുണ്ടോ ഇത് കണ്ടോ, ഇത് സൂപ്പർ അല്ലേ? സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഇവിടെ. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, പല തരത്തിലുള്ള മത്തങ്ങാസ്, പംകിൻസ്, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. സോ ഞാനൊരു ഗ്രീൻ പംകിൻ ട്രൈ ചെയ്യണം. ഞാൻ ആക്ച്വലി ജാപ്പനീസ് പംകിൻ അതാണ് ഞാൻ നോക്കിയത്, അത് കിട്ടുന്നില്ല. കമ്പൂച്ച എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഇതുണ്ടല്ലോ, വെറൈറ്റി ഉണ്ടല്ലോ, അതാണ് ട്രൈ ചെയ്തത്. വേണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പംകിൻ ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടേ ഇല്ല. എന്നാലും അതുകൊണ്ട് ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കണം. ബിറ്റർ മെലൻ ഇവിടെ എഴുതി വെച്ചിട്ട് തന്നെ ഉണ്ട്. ബിറ്റർ മെലൻ എന്ന് പറഞ്ഞാൽ ബിറ്റർ ഗോഡ് എന്നല്ലേ, ബിറ്റർ ഗോഡ്, അതായത് കയ്പ്പയ്ക്ക, പാവയ്ക്ക. ഓക്കെ, ഒരു 3-4 തൈയും കൂടെ ഉള്ളൂ. ആവശ്യമുള്ളവർ പെട്ടെന്ന് വരിക. നാട്ടിൽ ബ്രഹ്മി, അതായത് ഈ തലമുടിക്കൊക്കെ തേക്കില്ലേ, ആ ഇലയാണിത്. ചീരയാണിത്. എല്ലാവർക്കും അറിയാമായിരിക്കും, നാട്ടിലുള്ളവർക്ക് അറിയാമല്ലോ. ഫ്ലവേഴ്സ്, പൂക്കളുടെ ഒരു മേളം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഫ്ലവേഴ്സ്. ഇത്ര ഭംഗിയല്ലേ? ഭംഗിയാണ്. സോ അങ്ങനെ ഞാൻ ഈ തൈയൊക്കെയാണ് എടുത്തിട്ടുള്ളൂ. 2 പടവലം എടുത്തു. 2 പടവലം. പ്രൈസും കുഴപ്പമില്ല കേട്ടോ, 3.80 ഉള്ളൂ. ഓക്കെ, ഒരു ക്യൂർബീസ് എടുത്തു, അതായത് ഒരു മത്തങ്ങ. പിന്നെ ഒരു പാവയ്ക്ക ഞാനും എടുത്തു. ഓക്കെ, അതിനും 3.80 ബിറ്റർ മെലോണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനും മേടിച്ചത്. അങ്ങനെ ഈ ഒരു ഷോർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക, കമൻറ്റ്സ് പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഈ കടയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവട്ടെ. ഇവിടെയുള്ളവർക്ക് സ്പെഷ്യലി അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നാട്ടിലുള്ളവർക്കും ഇത് നല്ലൊരു പ്രോത്സാഹനമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നാട്ടിലുള്ളവർക്ക് ഇവിടേക്ക് വിത്തുകൾ, തൈയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒരു ഐഡിയ ആയിരിക്കുമല്ലോ, ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. ഓക്കെ ഡിയേഴ്സ്, ഹാവ് എ നൈസ് ഡേ. ബൈ.